ഒരുമിച്ച് കൂടുമ്പോഴാണ് ബിസിനസ് നടക്കുക. ഇമോഷണലി കണക്റ്റഡ് ആകുമ്പോഴാണ് എന്ത് ചെയ്യുക, നമ്മൾ അസോസിയേഷനും പാർട്ട്ണർഷിപ്പും ഒക്കെ തുടങ്ങാം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. Greenlives Coaching and Training Solution. എന്താണ് ടോപ്പ് 10, എന്തിന് ടോപ്പ് 10 എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്നിപ്പോൾ ഇവിടെ വന്നിട്ടുള്ള മഹാഭൂരിപക്ഷം ആളുകളും പുതിയ ആളുകളാണ്. നമ്മൾ സാധാരണ എല്ലാ വെനസ്ഡേകളിലും നമ്മളെ വിസ പാർട്ട്നേഴ്സ് എല്ലാ വെനസ്ഡേകളിലും കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതുകൊണ്ട് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തത് പുതിയ ആളുകളാണ്. ഇന്നിവിടെ വന്നിട്ടുള്ള മഹാഭൂരിപക്ഷം ആളുകളും ടോപ്പ് 10 മെമ്പേഴ്സോ അല്ലെങ്കിൽ പാർട്ട്നേഴ്സോ അല്ലാത്ത ആളുകളാണ്. അപ്പോൾ അവരുടെ മുമ്പിലാണ് നമ്മളിന്ന്. അപ്പോൾ നിങ്ങൾക്ക് ടോപ്പ് 10 എന്തൊക്കെയാണ് ഓപ്പർച്യൂണിറ്റി എന്നുള്ളതാണ്. നമ്മൾ കുറച്ച് സ്ലൈഡ് അധികം ഉണ്ട്, ഞാൻ മാക്സിമം സ്പീഡിൽ പോവാം. സോ വൺസ് അഗൈൻ ഐ വെൽക്കം ഓൾ ഓഫ് യു ടു ദിസ് ടോപ്പ് 10 ബിസിനസ് ഇക്കോസിസ്റ്റം. അപ്പോൾ ടോപ്പ് 10 ആദ്യം നമ്മൾ പറഞ്ഞത് ടോപ്പ് 10 ഒരു പ്ലാറ്റ്ഫോമാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇന്ന് ബിസിനസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു പ്ലാറ്റ്ഫോം വേണം. ഫേസ്ബുക്ക് ഒരു പ്ലാറ്റ്ഫോമാണ്. ഇന്നുള്ള എല്ലാ ബിഗ് കമ്പനീസ് എല്ലാം എന്താണ് ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് ആക്ച്വലി. സോ ടോപ്പ് 10 നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ പറഞ്ഞത് ഇറ്റ്സ് എ ബിസിനസ് പ്ലാറ്റ്ഫോം. ടോപ്പ് 10 ക്യാപ്ഷൻ തന്നെ ഡു ബിസിനസ് ആണ്, ബിസിനസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതുവരെ നമ്മളെ പാർട്ട്നേഴ്സിന്റെ ബിസിനസ് എങ്ങനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാം, അതിന് നമുക്കൊരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഫിസിക്കൽ പ്ലാറ്റ്ഫോമാണ്. ഇപ്പോൾ ഫേസ്ബുക്ക് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണെങ്കിൽ ടോപ്പ് 10 എന്താണ് ഒരു ഫിസിക്കൽ പ്ലാറ്റ്ഫോമാണ് ഇതിന് ഒരുമിച്ച് കൂടാൻ വേണ്ടിയിട്ട്. കാരണം ഒരുമിച്ച് കൂടുമ്പോഴാണ് ബിസിനസ് നടക്കുക. അപ്പോൾ നമ്മുടെ നാട്ടിലെ ചെറിയ കച്ചവടക്കാർക്ക് സ്മോൾ സ്കെയിൽ, മൈക്രോ സ്മോൾ മീഡിയം ഓൺട്രപ്രണേഴ്സിന് ഒരുമിച്ച് കൂടാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് നമ്മൾ തുടങ്ങിയത്. പിന്നെ അത് ഗ്രാജുവലി അതിലേക്ക് ആളുകളുടെ എണ്ണം കൂടിയപ്പോൾ അതൊരു ബിസിനസ് കമ്മ്യൂണിറ്റി ആയിട്ട് രൂപാന്തരപ്പെട്ടു. ഫിസിക്കൽ പ്ലാറ്റ്ഫോം എന്നുള്ള കുറച്ചും കൂടി നമ്മൾ എന്ത് ചെയ്തു, ഇമോഷണലി കണക്റ്റഡ് ആയി. ടോപ്പ് 10 പല ആളുകളും ജോയിന്റ് വെഞ്ചേഴ്സ് ചെയ്യുന്നുണ്ട്, പല ആളുകളും പിന്നെ അസോസിയേറ്റ് ആയിട്ട് ബിസിനസ് പാർട്ട്നേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ടോപ്പ് 10 ഇടയ്ക്ക് ടൂറുകൾ സംഘടിപ്പിക്കും, ഇടയ്ക്ക് റിഫ്രഷുകൾ സംഘടിപ്പിക്കും. അപ്പോൾ അതിലൂടെ നല്ല ഇമോഷണലി എന്താവും, കണക്റ്റഡ് ആവും. ഇമോഷണലി കണക്റ്റഡ് ആകുമ്പോഴാണ് എന്ത് ചെയ്യുക, നമ്മൾ അസോസിയേഷനും പാർട്ട്ണർഷിപ്പും ഒക്കെ തുടങ്ങാം. നമ്മൾ പരസ്പരം അറിയുമ്പോഴാണ് അല്ലെ, പരസ്പരം നമ്മളെ സുഹൃത്തുക്കൾ അറിയുമ്പോഴാണ് നമുക്ക് നമ്മളുടെ ബിസിനസ് ചിലപ്പോൾ മേർജ് ചെയ്യും. ഇപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നേരത്തെ സ്മാജിയോ ഡോക്ടർ മുസഫിർ ഇപ്പോൾ സംസാരിച്ചപ്പോൾ അവർ ഒരുമിച്ച് പഠിച്ച സുഹൃത്തുക്കളാണ്. അപ്പോൾ ഒറ്റയ്ക്ക് ഒരു ക്ലിനിക്ക് നടത്തുന്നതിന് ഒരു പരിധിയുണ്ട്. പക്ഷെ ഒരു 3 പേരും കൂടി കൂടിയപ്പോൾ എന്ത് ചെയ്തു, വളരെ കുറഞ്ഞ സമയം കൊണ്ട് അത് 10ലേക്ക് എത്തി. അപ്പോൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ നമുക്ക് എനർജിയിൽ നിന്ന്, ഇപ്പോൾ നേരത്തെ ഇവിടെ ആരെ പറഞ്ഞു സിനർജി അല്ലേ, സിനർജി ഉണ്ടാവും. അപ്പോൾ സിനർജി എന്ന് പറയുമ്പോൾ നമ്മൾ 1+1 ആക്ച്വലി എന്താണ്, നമ്മൾ നോർമലി 2 ആണ്, നമ്മൾ ലോജിക് മൈൻഡ് വേണ്ടി കാൽക്കുലേറ്റ്. പക്ഷെ 1+1 11 ആവും നമ്മൾ ഒരു സിനർജി ഉണ്ടാവും. അപ്പോൾ അതാണ് ആക്ച്വലി നമ്മളൊരു കമ്മ്യൂണിറ്റിയിൽ 1+1 11 ആവണമെങ്കിൽ എന്ത് വേണം, നമുക്ക് എപ്പോഴും ഒരു ടീം വേണം. ഒരു എനർജിയിൽ നിന്ന് നമുക്കൊരു സിനർജി ഉണ്ടാവണം എന്നുള്ളതാണ്. വാട്ട് ഈസ് ടോപ്പ് 10? ടോപ്പ് 10 ഇറ്റ്സ് എ മ്യൂച്വൽ ബ്രാൻഡിങ്, മാർക്കറ്റിംഗ്, ലേണിംഗ്, കൺസൾട്ടിങ്, മെന്ററിങ്, ഗ്രോയിങ്, അഡ്വർടൈസിങ്, ബ്രാൻഡിങ് പ്ലാറ്റ്ഫോം എന്നൊക്കെ നമ്മൾ ആദ്യം ടോപ്പ് 10 നമ്മൾ ഡിഫൈൻ ചെയ്തിരുന്നത്. മ്യൂച്വൽ ആയിട്ട് ഒരുമിച്ച് ബ്രാൻഡ് ചെയ്യുക, ഒരുമിച്ച് മാർക്കറ്റിംഗ് ചെയ്യുക, ഒരുമിച്ച് ലേൺ ചെയ്യുക, ഒരുമിച്ച് എന്ത് ചെയ്യുക, നമ്മുടെ ബിസിനസ് ഷെയർ ചെയ്യുക, ഒരുമിച്ച് എന്ത് ചെയ്യുക, നമ്മൾ ഗ്രൂപ്പ് മെന്ററിങ് എല്ലാം കൊടുക്കാറുണ്ട്, ഒരുമിച്ച് കൺസൾട്ടിങ് കൊടുക്കുക, ഒരുമിച്ച് ഗ്രൂപ്പ് മെന്ററിങ് ഒക്കെ ഒരുമിച്ച് മെന്ററിങ് ചെയ്യുക. അപ്പൊ പല ആളുകളുടെ ബ്രെയിൻ സ്റ്റോമിങ് എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, മെന്ററിങ് കൊടുക്കുക. അതുപോലെ തന്നെ ഒരുമിച്ച് വളരുക, ഒരുമിച്ച് പരസ്യം ചെയ്യുക, ഒരുമിച്ച് ബ്രാൻഡ് ചെയ്യുക. അങ്ങനെ മ്യൂച്വൽ ആയിട്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു ടോപ്പ് 10. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതിലേക്ക് നമ്മൾ പല സംഭവങ്ങളും ഓരോ 3 മാസം കൂടുമ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ 1000 ബ്രാൻഡുകളെ ഗ്ലോബൽ ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു വലിയ വിഷനിലാണ് ടോപ്പ് 10 യാത്ര ചെയ്യുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന, സമൂഹത്തിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാല് നമ്മള് ഓൺട്രപ്രണർഷിപ്പ് ആണ്. ഒരു രാജ്യം വികസിക്കണമെന്നുണ്ടെങ്കിൽ, ഒരു ജില്ല വികസിക്കണമെന്നുണ്ടെങ്കിൽ, ഒരു പഞ്ചായത്ത് വികസിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം സംരംഭകത്വം ഉണ്ടാകുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് മനസ്സിലാക്കിയ ആളുകളാണ്. നമുക്കറിയാം ദുബായിൽ പോയാൽ നമുക്കറിയാം അവിടെ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ടാണ് 1970s ദുബായ് ഇന്ത്യൻ കറൻസി ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ഇന്ന് ദുബായ് ആ ലെവലിലേക്ക് എത്താൻ കാരണം അവർ 24 hours നമുക്കൊരു ലൈസൻസ് കിട്ടുകയാണ്. അപ്പൊ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ മത്സരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ ദുബായ് ഉണ്ടായത്. അവിടുത്തെ ഭരണാധികാരികൾക്ക് ദീർഘവീക്ഷണം ഉള്ളതുകൊണ്ട് കഴിഞ്ഞ ഒരു 30 കൊല്ലം കൊണ്ട് 40 കൊല്ലം കൊണ്ട് ലോകത്തിന്റെ ഹബ്ബായിട്ട് ദുബായ് മാറി.
അങ്ങനെയാണ് ചൈന, അങ്ങനെയാണ് ഗുജറാത്ത്, അങ്ങനെയാണ്. ഇപ്പൊ നമ്മളിവിടെ പല കിറ്റക്സ് പോലത്തെ ആളുകളൊക്കെ എന്താണ് ഒരു വെൽക്കം ചെയ്യാണ്, കോടികൾ അങ്ങോട്ട് കൊടുത്തിട്ട് എന്താണ് ലാൻഡും കാര്യങ്ങളും കൊടുത്ത് അവർ ചെയ്യണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ബിസിനസ് ഉണ്ടാവുള്ളൂ. ബിസിനസ് ഉണ്ടാവുമ്പോൾ മാത്രമേ നാട് വികസിക്കുള്ളൂ. വേറെ ഏത് സെക്ടർ വന്നാലും, ഇപ്പൊ ഈ പറയുന്ന മിനിസ്റ്റേഴ്സ് ആണെങ്കിലും ചീഫ് മിനിസ്റ്റർ ആണെങ്കിലും അവർക്കെല്ലാം കറക്റ്റ് ഓൺ ടൈമിൽ ശമ്പളം എടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, നാട്ടില് ബിസിനസ് നടക്കണം. ടാക്സ് ഉണ്ടെങ്കിൽ അവർക്ക് വരുമാനം ഉണ്ടാവുള്ളൂ. അപ്പൊ ബിസിനസ് നടക്കാതെ ഒരു രാജ്യത്തിലേക്കും വികസിക്കാൻ പറ്റില്ല. അപ്പൊ 1000 ബ്രാൻഡുകളെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഇക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യാന്നുള്ള ഒരു വലിയ പദ്ധതിയുടെ പുറത്താണ് ടോപ്പ് 10 യാത്ര തുടങ്ങിയിട്ടുള്ളത്. നമ്മൾ തുടക്കത്തെ ആദ്യത്തെ വർഷം തന്നെ നമുക്ക് 50ഓളം ബ്രാൻഡുകളെ ലോകത്തിന് സമർപ്പിക്കാൻ പറ്റി എന്നുള്ളതാണ് നമ്മളെ കഴിഞ്ഞ ഒരു വർഷത്തെ ഏറ്റവും വലിയ സക്സസ് ആയിട്ട് നമ്മൾ കാണുന്നത്. അപ്പൊ അവര് ഇനി എന്ത് ചെയ്യണം, അവരിപ്പോ നമ്മളത് തുടങ്ങിയിട്ടുള്ളൂ. നമ്മൾ ഒരു ചെടി നട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം, അതിനൊരു ആവാസ വ്യവസ്ഥ ഉണ്ടാവണം, അല്ലെ? അവിടെ വളക്കൂറുള്ള മണ്ണ് ഉണ്ടാവണം, അതിന് വെളിച്ചം കൊടുക്കണം, അതിന് വെള്ളം കൊടുക്കണം, അതിനെ നട്ട് പരിപാലിക്കണം. അങ്ങനെ പരിപാലിക്കാനുള്ള ഒരു ഇക്കോ സിസ്റ്റം ആണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ടോപ്പ് 10 ചെയ്യുന്നത്. Greenlives Coaching and Training Solution.